ഹായ് ഓൾ. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിന് ചോറ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു പനിയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവളുമാരാണ് കുഞ്ഞിപ്പെണ്ണെ എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ എടുത്തുകൊണ്ട് പോയി കാറിൽ കയറ്റി. അങ്ങനെ നമ്മൾ കാറിലാണ് പോയത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഫ്രണ്ടിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഫ്രണ്ടിൽ ഇരുന്നോണ്ട് കുഞ്ഞിപ്പെണ്ണെ നന്നായിട്ട് കിട്ടിയില്ല. ബാക്കിൽ ഞങ്ങൾ ഇത്രയും പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി അമ്പലത്തിലോട്ട് പോകട്ടെ. പന്തളത്ത് ഒരു അയ്യപ്പ ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പാവാടയും പട്ടുപാവാട ഉടുപ്പൊക്കെ ഇട്ട് അവളുടെ മാമി വാങ്ങിക്കൊടുത്ത പട്ടുപാവാട ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അങ്ങനെ അവൾക്ക് കൊടുക്കാനായിട്ട് തിരുമേനി ആദ്യം പുണ്യവെള്ളം തന്നെ. പുണ്യവെള്ളമൊക്കെ അവൾ ഭയങ്കര സന്തോഷത്തിൽ കുളിച്ച് ഭയങ്കര ശരിയായിരുന്നു തിരുമേനിയെ കണ്ടപ്പോഴേ. അത് കഴിഞ്ഞ് തിരുമേനി എന്നോട് പറഞ്ഞ് ചന്ദനം ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ചന്ദനം ഇട്ട ചടങ്ങാണ് നമ്മൾ കാണുന്നത്. ചന്ദനം ഇടാൻ അവൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അവൾ തലയൊക്കെ തിരിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ പിന്നീട് തെറ്റിപ്പൂ ചെവിയിൽ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനതും തിരുമേനി പറഞ്ഞതിന് പ്രകാരം ഞാൻ അതും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിപ്പെണ്ണിന് നമ്മൾ അമ്പലത്തിൽ പടച്ചോറുണ്ടല്ലോ, ചോറായിരുന്നേ. അപ്പോൾ നല്ല രീതിയിൽ ഞെരടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. 3 വട്ടം കൊടുക്കണമെന്ന് പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ 3 വട്ടം അവിടെ അച്ഛനെ 3 വട്ടം അവളുടെ വായിൽ വെച്ച് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇച്ചിരി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഉപ്പ് ഇച്ചിരി കൊടുത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പായസം കൊടുക്കണം. അങ്ങനെ പായസം കുടിച്ച് കഴിയും. അതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അമ്പലത്തിൽ തൊഴാൻ വന്ന ആൾക്കാരകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പായസം അങ്ങനെ പായസം കുടിച്ച് അത് കഴിഞ്ഞ് ഞാൻ അവൾക്ക് വെച്ച് കൊടുത്ത് പായസം. ഞാൻ എടുത്തപ്പോൾ തൊട്ടേ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവൾ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. എന്തിനാ കരഞ്ഞതെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാനങ്ങനെ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവളുടെ മാമൻ, അതായത് എൻ്റെ അനിയൻ, അവനാണെങ്കിൽ അവൾക്ക് പായസം എടുത്ത്, അവനെ അറിഞ്ഞിട്ടല്ല എങ്ങനെ കൊടുക്കുന്നതാണ്. അങ്ങനെ നല്ല രീതിയിൽ ഞെരടി കൊടുക്കാൻ ഞാൻ പറഞ്ഞങ്ങനെ നല്ല രീതിയിൽ ഞെരടി അവൾക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരച്ചിൽ മാറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് തിരുമേനി പറഞ്ഞ് വെളിയിൽ കൊണ്ട് കുഞ്ഞിൻ്റെ മുഖമൊക്കെ കഴുകിയിട്ട് കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി. അത് കഴിഞ്ഞ് അമ്പലത്തിൽ കയറി. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോകുന്ന കാഴ്ചയാണ് കേട്ടോ. തൊഴുതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണേ. അത് നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ സന്തോഷിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പം താങ്ക് യു.